ഗോയ്സ്, അപ്പോൾ ഞാനിത് പറയാൻ പോകുന്നത് ഒരു കല്യാണത്തിന് പോയ വിശേഷങ്ങളാണ്. ഞാനും എൻ്റെ കസിൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലാണ് പോയത്. അപ്പോൾ ആണെങ്കിൽ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാം കയറി ബസ്സിലിരുന്ന് അതിനുശേഷം എല്ലാവരും വരാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളർ നോക്കാൻ എടുത്ത് കൈ വെച്ചപ്പോൾ അത് അതിൻ്റെ എല്ലാം എൻ്റെ മണ്ടയ്ക്കോട്ട് കൈ വെക്കുന്നത്. പിന്നാണെങ്കിൽ വണ്ടി എടുത്ത് കേട്ടോ. വണ്ടി തുടക്കം എടുത്തപ്പോഴേ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഞങ്ങൾക്ക് ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മാറ്റി പറയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ട് കേട്ട് ക്ഷീണിച്ച് ഞാൻ എൻ്റെ ഒരു കസിനും കൂടി കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ ഉറക്കത്തിൽ നിന്നിട്ട് കൊണ്ട് കണ്ട മൂവി ഇട്ടേക്കുന്നു. ഈ മൂവി നിങ്ങൾക്കറിയാമോ ഗേസ്? ഇതാണ് ഓഫീസ് ഓൺ ഡ്യൂട്ടി. പിന്നെ കുറച്ച് നേരം അതും കണ്ട് കിടന്നു. കുറേ ദൂരം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറേ നേരം ബസ്സിൽ ഇരുന്ന് മടുപ്പ് വന്നു. പിന്നെ നമ്മളാണെങ്കിൽ കല്യാണ സ്ഥലത്ത് എത്തി. അവിടെ വെറൈറ്റി കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഗേസ്. ബോംബെ പുട, അതുപോലെ തന്നെ ഐസ്ക്രീം. ഇതിന് ഞങ്ങൾ ബോംബെ പുട എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് പറയണേ ഗേസ്. പിന്നെ ആണെങ്കിൽ അത് ഞാനും എൻ്റെ വേറെ കസിനും അമ്മയും കൂടി 50-50 എടുത്ത് കഴിച്ചു ഗേസ്. പിന്നെ ആണെങ്കിൽ പോപ്കോൺ, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഗേസ്. ബോംബെ പുട ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെയും ഞങ്ങളത് വാങ്ങി. ഇതാണ് ഗേസ് അമീന. എനിക്ക് നേരത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് ആഷ്ന. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ഗേസ്. പിന്നെ ഞങ്ങളാണെങ്കിൽ ഒരു ബോംബെ പുട വാങ്ങിയത് വലുതാണ്. അത് ഒറ്റയടിക്ക് തിന്ന് നിർത്തി ഗേസ്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഐസ്ക്രീം വാങ്ങാൻ പോയി നിരന്ന് നിന്നു. ഐസ്ക്രീം എന്നൊരു വീക്ക്നെസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ പല കളറിലുള്ള കോൺ ഉണ്ടായിരുന്നു. പച്ച, മഞ്ഞ, റോസ്, ഓറഞ്ച് എല്ലാ കളറും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ട്രൈ ചെയ്യാൻ വെച്ച് കുറേ ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചു. അതിനുശേഷം ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയത് ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്നിടത്ത് പോയി. അപ്പോൾ കുറേ പേര് ഫോട്ടോ ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവർ എടുക്കാന്ന് വിചാരിച്ചാൽ അവർ എടുത്തു. അതിനുശേഷം വീണ്ടും വന്ന് നമ്മൾ ഐസ്ക്രീം തിന്നാൻ പോയി. ഐസ്ക്രീം എന്നും ഒരു വീക്ക്നെസ് ആണ്, അത് വിട്ട് കളയാൻ പറ്റത്തില്ല. അങ്ങനെ ഐസ്ക്രീം കഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി ബസ് കയറി. അപ്പം അങ്ങോട്ട് പോയ ബസ്സിലല്ല തിരിച്ച് കയറിയിട്ട്. അങ്ങോട്ട് നല്ല വൈബ് ഉണ്ടായിരുന്നു ഗീസ്. കുറേ പേര് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഡാൻസ് ഒക്കെ കളിച്ചു. ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് ഞാൻ പിന്നെയും കുറച്ച് നേരം കിടന്ന് ഇറങ്ങി ഗീസ്. പിന്നെ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങി. വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് ഗീസ് ഞാനാണെങ്കിൽ ബസ്സിൽ വന്നത്. പിന്നെ വണ്ടിയൊക്കെ എടുത്ത് വീട്ടിലൊക്കെ പോയി ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ബൈ.